ഏവർക്കും എൻ്റെ നമസ്കാരം. ഈ വലിയൊരു നസ്രാണി സംഗമത്തിലെത്തുമ്പോൾ നസ്രാണികളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് നല്ലത് എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ക്രിസ്തുമതം കൊണ്ടുവന്നത് തോമസ് ലീഹാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചരിത്രപരമായി തെളിവൊന്നുമില്ല. എന്നാൽ 3 തോമസ്മാർ വന്നു എന്നുള്ളത് ചരിത്രം തെളിയിക്കുന്നു. ഒന്ന് പേർഷ്യയിൽ നിന്ന് വന്ന അൽ തോമ എന്ന് പറയുന്ന തോമസ്, AD 8-ാം നൂറ്റാണ്ടിൽ വന്ന സിറിയക് തോമസ് എന്ന് പറയുന്ന തോമസ്, പിന്നെ ക്നാനായി തോമ എന്ന് പറയുന്ന തോമസ്. ഈ 3 തോമസ്മാർ വന്നു എന്നുള്ള ചരിത്രമാണ്. പേർഷ്യയിൽ AD 410 അവിടുത്തെ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ അവിടുന്ന് അൽ തോം എന്ന് പറയുന്ന പേർഷ്യൻ തോം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം പേർഷ്യൻ വിശ്വാസ സംഹിതയും പേർഷ്യൻ കുരിശും പേർഷ്യൻ ആർക്കിടെക്ചറും ഒക്കെ ഇവിടെ കൊണ്ടുവന്നു. ആ വിശ്വാസികളെയാണ് AD 522 കോസ്മോസ് ഇൻഡിക്കോപ്ലസ് എന്ന ഗ്രന്ഥത്തിൽ കുരുമുളക് വിളയുന്ന നാട്ടിൽ കണ്ട 8 ക്രിസ്ത്യാനികളെ പറ്റി പറയുന്ന ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ആ വിശ്വാസ സംഹിത ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൽക്കദോനിയ സുനഹദോസിൽ വെച്ച് സഭ 2ആയി പിളരുന്നത്. യാക്കോബ് ബുർദാനയുടെ നേതൃത്വത്തിലുള്ള സഭ ഈസ്റ്റേൺ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പ് ഒട്ടാകെ മറുപക്ഷത്തേക്കും പോകുന്നൊരു സംഭവം ഉണ്ടാകുന്നു. ഈ സംഭവം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് AD 822 കൂടി വന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ 849 വേണാട് രാജാവ് തരീശാപ്പള്ളി ശാസനം കൊടുത്ത് ക്രിസ്ത്യാനിക്ക് കൊല്ലത്ത് ഒരാസ്ഥാനം കൊടുക്കുന്നു. അത് കൊടുത്തപ്പോൾ അവിടുത്തെ വലിയ കൺസ്ട്രക്ഷൻ പണികൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. കുരേക്കാണി കൊല്ലം കായൽ വളഞ്ഞൊന്ന് കടലിൽ ചേരുന്ന ഇപ്പോഴത്തെ കളക്ടറേറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിർമ്മാണങ്ങൾ പ്രവർത്തനം നടത്താൻ വേണ്ടി ആ തോമസിനെ ഏൽപ്പിക്കുകയാണ്. അവിടെ വന്ന 3 പേരുണ്ട്. ഒന്ന് മാർ സാബോർ, മറ്റേത് മാർ പെറോസ്, മൂന്നാമത്തത് അച്ഛനാണോ മിത്രാണോ എന്ന് അറിഞ്ഞുകൂടാ തോമസ് എന്ന് പറയുന്ന വ്യക്തി. അവർക്ക് രാജാവ് ചില അവകാശങ്ങൾ കൊടുത്തു. അതാണ് തരീസ പള്ളി ശാസനത്തിൽ പറയുന്നത്. അങ്ങനെ പ്രസിദ്ധമായ തരീസ പള്ളി ഉണ്ടായി. 8 കുടുംബങ്ങൾക്കാണ് കൊടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മലയിൽ കുടുംബം കല്ലടയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അവരവിടെ താമസിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ചില അവകാശങ്ങൾ ആവശ്യപ്പെട്ടു. അന്ന് ഈ നിലവിളക്കെന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു മുന പോലൊരു സാധനം മേപ്പോട്ട് പോകും. അതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ നിലവിളക്ക്. മാർ സാബോറും പെറോസും രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ സ്ഥലത്ത് കുരിശ് വെക്കാൻ അനുവദിക്കണം. അങ്ങനെ നിലവിളക്കിൻ്റെ മുകളിലേക്ക് കുരിശ് നിൽക്കുന്ന ഒരു നിലവിളക്ക് നമ്മളുണ്ടായി. അന്ന് ക്ഷേത്രങ്ങളിൽ തൂക്ക് വിളക്കുണ്ട് പ്രതിഷ്ഠയുടെ നേരെ ഫ്രണ്ടിൽ. ആ വിളക്ക് ഞങ്ങളുടെ പള്ളിയിൽ തൂക്കിടാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. രാജാവ് അത് സമ്മതിച്ചു. അങ്ങനെ നമുക്ക് നമ്മുടെ പള്ളികളിൽ ഉത്തരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന തൂക്ക് വിളക്കുണ്ടായി. വളരെ സംശയകരമായി നമ്മുടെ ക്രിസ്ത്യാനികൾ ഉണ്ടായപ്പോൾ അവർക്ക് കേരള സമൂഹവുമായി ഒത്തുചേരാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു പുടവ കൊടുക്കും. ആ പുടവ കൊടുത്തിട്ട് ഒരു താലി കെട്ടും. എങ്കിൽ മാത്രമേ ഈഴവർ മിന്നു കെട്ടും, നമ്പൂരിമാരെ താലി കെട്ടും. ഇതില്ലെങ്കിൽ കല്യാണമാവില്ല എന്ന് ഇവിടുത്തുകാർ വിശ്വസിച്ചിരുന്നു. ക്രിസ്ത്യാനിക്കാണെങ്കിൽ ഒരു പ്രാർത്ഥനയും പിന്നെ ഒരു മോതിര വിടിയിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ നസ്രാണി സംസ്കാരം ഇന്ത്യയിലെ സ്വദേശികളെ സ്വീകരിക്കാൻ വേണ്ടി അത് സ്വീകരിച്ചു. അവർ പുടവ കൊടുക്കുന്നതിന് പകരം പണ്ട് മന്ത്രം ജപിച്ച് കോടി കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് ക്രിസ്ത്യൻ പ്രാർത്ഥിക്കുന്ന മന്ത്രകോടിയാക്കി മാറ്റി. വളരെ ശ്രദ്ധേയമായി ഹിന്ദുക്കളുടെ മിന്നുകെട്ടും താലികെട്ടും നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മിന്നുകെട്ടും താലികെട്ടും സ്വീകരിച്ചു. ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമുക്ക് മുന്നോക്ക ജാതിയെപ്പോലെ വീടുകൾ പണിയാനുള്ള അവകാശം നേടിയെടുത്തു. ഇത് വളരെ വലിയൊരു മുന്നേറ്റമായിരുന്നു. ഈ സാബോറും പെറോത്തും കൂടി ശബരിമല, നിലയ്ക്കൽ ആ സ്ഥലത്തെല്ലാം ക്രിസ്ത്യൻ സംസ്കാരം കൊണ്ടുപോയി. ഈ സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, കടൽ കടന്നാൽ അവൻ ജാതി ഭ്രഷ്ടാവും. നാരായണ നമ്പൂരി സാർ, പ്രൊഫസർ നാരായണ നമ്പൂരി തിരുവല്ല ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹം ലണ്ടനിലെ മലയാളം കോൺഫറൻസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ നമ്പൂരി സഭയിൽ നിന്ന് പുറന്തള്ളി. അദ്ദേഹത്തിന് പിന്നെ പൂജ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഹിന്ദുക്കൾക്ക് കടൽ കടന്ന് കച്ചവടം ചെയ്യാൻ പറ്റാതായി. ഹിന്ദുക്കൾ കടൽ കടന്ന് കച്ചവടം ചെയ്തതായപ്പോൾ അത് ഏറ്റെടുത്തത് മുസ്ലിങ്ങൾ, അറബികളായിരുന്നു. പണ്ട് ഈ കടലിൻ്റെ പേര് ഉദരപ്പെരുവെള്ളം, അക്കരെ കാണാത്ത വെള്ളം എന്നായിരുന്നു, ഉദരപ്പള്ളം എന്നായിരുന്നു. പക്ഷേ അറബികൾ ഈ കച്ചവടം ഏറ്റെടുത്തപ്പോൾ അതിന് അറബിക്കടൽ എന്ന കടലിൻ്റെ പേര് മാറി. ഈ കച്ചവടത്തിൽ അറബികളോടൊപ്പം ക്രിസ്ത്യാനികൾ രംഗത്ത് വരാൻ തുടങ്ങി. അങ്ങനെ രംഗത്ത് വരുന്നതിൻ്റെ ഭാഗമായി വന്ന അടുത്ത തോമസാണ് ക്നാനായി തോമ എന്ന് പറയുന്ന തോമ.
കനാനത്തോമ കാനായി എന്നൊക്കെ അവർ പറയുമെങ്കിലും അദ്ദേഹം ഒറിജിനലി വന്നത് യമനിൽ നിന്നാണ്. യമനിലെ തലസ്ഥാനമായ ഏഡനിൽ 20 കിലോമീറ്റർ വടക്കാണ് കുനാനായി പള്ളി. ആ കുനാനായി പള്ളിയിൽ നിന്നാണ് കനാനത്തോമ വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് രാജാവിനെ കണ്ടു. രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വളരെ ശ്രദ്ധേയമായി 72 അവകാശങ്ങൾ കൊടുത്തു. ആ 72 അവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശം ഉണ്ടായിരുന്നു. അതിലൊന്നാണ് വളഞ്ചിയത്തിൽ തനിച്ചെട്ട്. വളഞ്ചിയ മാർക്കറ്റിൽ മൊണോപ്പൊളി ട്രേഡ് ചെയ്യാൻ അവകാശം കൊടുത്തു. അതുവരെ ക്രിസ്ത്യാനി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കഴിഞ്ഞ് പഞ്ചമനായിട്ടാണ് ക്രിസ്ത്യാനി നിൽക്കുന്നത്. ആ ക്രിസ്ത്യാനിക്ക് ഈ മാർ പൊറോസിനും പ്രോത്തിനും അവകാശം കൊടുത്തപ്പോൾ നമ്മൾ വിശ്വകർമ്മജരായി മാറി, പണികൾ ചെയ്യാനുള്ള അവകാശം നമുക്ക് കിട്ടി. പക്ഷേ കനാനായിത്തോമ വന്നപ്പോൾ വളഞ്ചിയത്തിൽ ചണിച്ചിട്ട് കൊടുത്തു. അപ്പോൾ കച്ചവടത്തിലെ വൈശ്യന്മാരുടെ നിലയിലേക്ക് നമ്മൾ കയറി. ചെട്ടികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ചട്ടാവകാശം ക്രിസ്ത്യാനി കിട്ടി. ക്രിസ്ത്യാനിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം വേറെ ചില അവകാശങ്ങൾ ചോദിച്ചു. അതിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക് മറയ്ക്കാനൊന്നും പാടില്ല. കനാനായിത്തോമ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒരു വേഷം കൽപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചട്ടയും മുണ്ടും വേഷം ഉണ്ടാക്കി, ക്രിസ്ത്യൻ സ്ത്രീയുടെ വേഷം ശരീരം മറയ്ക്കാൻ വേണ്ടി. പക്ഷേ നമ്പൂതിരി സ്ത്രീകൾ ഉടക്കി. നമ്പൂതിരി സ്ത്രീകൾ പറഞ്ഞു, മുൻവശത്ത് ഞൊറി ഉണ്ടാക്കാൻ നമ്പൂതിരി സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ക്രിസ്ത്യൻ സ്ത്രീ മുൻവശത്ത് ഞൊറി ഉണ്ടാക്കിയാൽ ക്രിസ്ത്യൻ സ്ത്രീയും നമ്പൂതിരി സ്ത്രീയും തിരിച്ചറിയാൻ പറ്റിയില്ല. രാജാവ് പറഞ്ഞു, ഞൊറി അങ്ങ് പുറകിലായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഞൊറി ചട്ടയും മുണ്ട് കൊടുക്കുമ്പോൾ പുറകുവശത്താണ്, നമ്പൂതിരിമാരുടേത് ഫ്രണ്ടിലും. വളരെ ശ്രദ്ധേയമായി അന്ന് ആഹാരം കഴിക്കുമ്പോൾ നമ്പൂതിരിക്ക് 2 ഇലയിടാം. അവൻ ഈ ദ്വിജനാണ്. നായന്മാർക്കൊക്കെ ഓരയില, പക്ഷേ കോരന് കുഴി കുഴിച്ചിട്ട് അവിടെ മാത്രമേ കൊടുക്കുകയുള്ളൂ. കനാനത്തോമ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 ഇലയിടാൻ അവകാശം തരണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, നമ്പൂതിരിക്ക് ഈക്കളൊന്നും ആക്കാൻ പറ്റിയല്ല, നിങ്ങൾക്ക് 1.5 ഇല തരാം, നിങ്ങൾ ഇലയുടെ ഇടതുവശം അകത്തോട്ട് മടക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനി 1.5 ഇലയിലായി. പെണ്ണ് കാണാന്മാർ ചെറുക്കം വരുമ്പം നമ്മൾ പ്ലേറ്റ് ചോറ് കൊടുക്കല്ലേ, ഇലയിട്ട് കൊടുക്കും. ആ ഇല അവൻ ഇടതുവശത്ത് മടക്കിയാൽ അവൻ കുടുംബത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ അവൻ കുടുംബത്തിൽ പറഞ്ഞല്ല. ഈ 1.5 ഇലയിടുന്നവനാണ് കുടുംബത്തിൽ പറഞ്ഞ ക്രിസ്ത്യാനി. സുന്ദരമായ പരിപാടിയാണ്. അന്ന് വരെ കേരളത്തിലുള്ള ആളുകൾ കൗബീനം അല്ലെങ്കിൽ കോണകം മാത്രമേ കൊടുക്കൂ. കനാനായിത്തോമ ആദ്യമായി അണ്ടർവയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ അണ്ടർവയർ ഇടാനുള്ള അവകാശം. കനാനാക്കാരുടെ കല്യാണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് കാനായിലെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കന് അണ്ടർവയർ ഇടിക്കുക ഒരു മെയിൻ ഫംഗ്ഷനാണ്. ഈ അവകാശം കൊടുക്കാൻ അവൻ അഡൾട്ടാണെന്ന് അംഗീകരിക്കുകയാണ്. അദ്ദേഹം ആനമേൽ മണ്ണിനീർ കൊടുത്തു. അന്ന് വരെ ഇവിടുത്തെ സാധാരണക്കാർക്കും ക്രിസ്ത്യാനിക്കും കാളപ്പുറത്ത് പോവാം, കഴുതപ്പുറത്ത് പോവാം. പക്ഷെ ആനയുടെ പുറത്ത് കയറാനുള്ള അവകാശവും കുതിരവണ്ടി ഓടിക്കാനുള്ള അവകാശവും കനാനത്തോമ രാജാവിൻ്റെ നിന്ന് വാങ്ങിച്ചു. അതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യാനികൾ വൈശ്യരായി. അവർക്ക് ആനപ്പുറത്ത് കയറാൻ പറ്റി, ചട്ടയും മുണ്ട് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അന്ന് പ്രഭുക്കന്മാർക്കും തന്ത്രിമാർക്കും മാത്രമേ തലയിൽ എന്തെങ്കിലും ധരിക്കാൻ പറ്റുള്ളൂ. അറബി ദേശത്ത് വന്ന കനാനത്തോമയ്ക്ക് ഈ അറബികളുടെ തലയെക്കെട്ടുണ്ട്, അതിലൊരെണ്ണം റിപ്ലിക്കേറ്റ് ചെയ്യണം. കനാനത്തോമ രാജാവിനോട് ചോദിച്ചു. രാജാവ് പറഞ്ഞു, തല കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ കുടവട്ടി നേരിത് വെച്ച് കെട്ടരുത്. കുടവട്ടം നേരിത് കെട്ടാൻ തന്ത്രിക്ക് മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെ കനാനത്തോമ കെട്ടുന്നൊരു തലയെക്കെട്ട് നമുക്ക് കിട്ടി. നസ്രാണിക്ക് അതുപോലെ നല്ല അവകാശങ്ങളായി. അപ്പോൾ ആദ്യം വിശ്വകർമ്മനായ ക്രിസ്ത്യാനി, പിന്നെ അടുത്ത സ്റ്റേജിൽ അവൻ വൈശ്യനായി, ചെട്ടിയായി. പക്ഷേ 11-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ഇടപ്പള്ളി സ്വരൂപം ക്രിസ്ത്യാനികളെ സൈന്യത്തിലെടുത്തു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനി നായന്മാരോടൊപ്പം യുദ്ധം ചെയ്യുന്ന സേനാനായകന്മാരായി മാറി. അവർക്ക് വലിയ സ്ഥാനം കിട്ടി. നിങ്ങൾ എറണാകുളത്തിനടുത്ത് മോനിപ്പള്ളി ക്ഷേത്രത്തിൽ ചെന്നാൽ, ഞാൻ ആ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ പോയതാ. ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വല്യപ്പനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ സേനാനായകനെയാണ് ആ ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ക്ഷത്രിയ സ്ഥാനത്തേക്ക് ക്രിസ്ത്യാനി ഉയർത്തി. ഇപ്പോൾ വിശ്വകർമ്മനായി, അടുത്ത സ്റ്റേജിൽ ചെട്ടിയായി അല്ലെങ്കിൽ വൈശ്യനായി. ഈ 12-ാം നൂറ്റാണ്ടായപ്പോൾ നമ്മൾ യോദ്ധാക്കളായി മാറി. നമ്മളെ മല്ലിട്ടി കുടുംബങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. മറിയോൻ സിനിമയുടെ കുടുംബമൊക്കെ മല്ലിട്ടി കുടുംബങ്ങളായി, യുദ്ധം ചെയ്യുന്ന മല്ലിട്ടി കുടുംബങ്ങളായി മാറി. ഇത് വലിയ ഒരു സ്റ്റാറ്റസ് റിവിഷനായിരുന്നു. ഈ സ്റ്റാറ്റസ് റിവിഷൻ 12-ാം നൂറ്റാണ്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാര്യമായിട്ട് വളരാൻ തുടങ്ങി. ആ വളരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കുറേ സാധനം കൊണ്ടുവന്നു. നമ്മൾ പൈൻ മരം കൊണ്ടുവന്നു, നമ്മൾ നമ്മുടെ മുന്തിരി കൊണ്ടുവന്നു. ആ മുന്തിരിയിൽ നിന്ന് വൈൻ എടുക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ വൈൻ എന്നൊരു സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേരളത്തിലെ ആളുകൾ അരിയൊക്കെ അരച്ച് അപ്പം ഉണ്ടാക്കുമായിരുന്നു. ക്രിസ്ത്യാനി ഇവിടെ വന്ന് പനയ്ക്കകത്തുനിന്നും തെങ്ങിനകത്തുനിന്നും കള്ളുണ്ടാക്കാൻ പഠിപ്പിച്ച്, എന്നിട്ട് ഈ കല്ലൂടെ ചേർത്ത് കള്ളപ്പം എന്നൊരു സാധനം ഉണ്ടാക്കി. ഭയങ്കര പരിപാടിയാണ് കള്ളപ്പം.
ക്നാനാക്കാർ വന്നപ്പോൾ ഒരു പലഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരട്ടി എന്നൊരു സാധനം ക്നാനാക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. കടലിൽ നിന്ന് വരുമ്പോൾ അരിയൊക്കെ ആട്ടി കൊണ്ടുവന്നാൽ അത് പാചകം ചെയ്യണം. അങ്ങനെ പാചകം ചെയ്ത് ആവി കയറ്റി പുഴുങ്ങി ആഹാരം ഉണ്ടാക്കി. അതാണ് ഇഡ്ഡലി എന്നൊരു സാധനം. അത് നമ്മൾ ശരിയാക്കി. ഇങ്ങനെ നമ്മുടെ കേരളത്തിന് ആഹാര പരിപാടി നമ്മൾ മാറ്റി. നമ്മളവിടുന്ന് കേക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേരളത്തിൻ്റെ തച്ച് ശാസ്ത്രം നമ്മൾ മാറ്റിമറിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്ത്യൻ പള്ളികൾ പണിയുമ്പോൾ 7 കൂദാശകളെ പ്രതിനിധിക്കുന്ന 7 വാതിലുകൾ പണിയാൻ സമ്മതിച്ചു. വിശ്വാസികൾ കയറിപ്പോകുന്ന സ്ഥലത്ത് ഒരു വാതിൽ, അതിന് 2 സ്ഥലത്തിന് ഒരു ഇമാജിനറി വാതിലുണ്ട്. പള്ളിയുടെ 2ാം നിലയിൽ അച്ഛനൊക്കെ ദൂരെ നിന്ന് ആളെ കാണാനൊരു ഗേറ്റ് ഉണ്ട്. അതിന് 2 ഇമാജിനറി ഗേറ്റ്, എന്നിട്ട് ഏറ്റവും മുകളിൽ ഒരു ഗേറ്റ്. 5 ഫംഗ്ഷനിലല്ല, പക്ഷേ 7 കൂദാശകളെ സൂചിക്കുന്ന 7 ഗേറ്റുകൾ സൂചിപ്പിക്കുന്ന പള്ളിയുടെ മുഖങ്ങളുണ്ടായി. 15ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഗോത്തിക് ആർക്കിടെക്ചർ യൂറോപ്പിലുണ്ടായി. ആ നിയോ ഗോത്തിക് ആർക്കിടെക്ചർ AD 1550 ആയപ്പം കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേരളത്തിൽ ഓർത്തഡോക്സ് കത്തീഡ്രൽ, തുമ്പവൺ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള 6ഓളം ഓർത്തഡോക്സ് കത്തീഡ്രൽ പണിഞ്ഞിരിക്കുന്ന നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് നമ്മൾ കൊണ്ടുവന്നു. 1992 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാർ വന്നു. അവർ 1543 പരാജയപ്പെട്ട് അവർ 1599 അവർ ഉദയംപേരൂർ സിനോസ് നടത്തി. അതിനെപ്പറ്റി ഒന്നും പറയുന്ന തർക്കവിഷയം കയറുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 54 വർഷം കഴിഞ്ഞപ്പോഴേക്കും കൂനങ്കൂർ സത്യം നടന്നു. കൂനങ്കൂർ സത്യത്തിൽ കേരള നസ്രാണികൾ 2 ഗ്രൂപ്പായിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. 85 പള്ളികൾ കത്തോലിക്ക സഭയുടെ കൂടെ നിന്നു, 35 പള്ളികൾ ഓർത്തഡോക്സ് പക്ഷത്തേക്ക് പോയി. പക്ഷേ പോർച്ചുഗീസുകാർ എന്നൊരു കണക്കെടുത്തു, കേരളത്തിൽ ആകെ എത്ര ക്രിസ്ത്യാനിയുണ്ട്. ആ കണക്ക് ആൽബുക്കർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആകെ ക്രിസ്ത്യാനികളുടെ എണ്ണം 30,000 എന്നാണ്. 30,000 ക്രിസ്ത്യാനികളാണ്. ആ 30,000 ക്രിസ്ത്യാനിയാണ് ഇപ്പോൾ 80 ലക്ഷം ക്രിസ്ത്യാനിയായിട്ട് മാറിയിരിക്കുന്നത്. 1503 കണക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഡച്ചുകാർ വന്നു. ഡച്ചുകാർ ഈ വന്നപ്പോൾ തേവലക്കര ക്ഷേത്രത്തിൽ ഒരുപാട് സ്വർണ്ണമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ കുറേ നീഗ്രോ പട്ടാളക്കാരെ അങ്ങോട്ട് കൂട്ടിയിട്ട് രാത്രിയിൽ വന്നിട്ട് ഈ തേവലക്കര നമ്മൾ ആക്രമിച്ചു. അവരുടെ വെടിയുണ്ടകളൊക്കെ മാറ്റി അതിനകത്ത് മുഴുവൻ സ്വർണം വാരി നിറച്ചു. അപ്പോഴത്തേക്ക് നായർ പട്ടാളം വന്ന് ആക്രമിച്ചു. അപ്പോൾ തേവലക്കരയുള്ള ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്യാൻ പോകുന്ന ക്ഷത്രിയരായ ക്രിസ്ത്യാനികളാണ്. അവരെന്ത് ചെയ്തു? അവർ നായന്മാരുടെ കൂടെ കൂടി രാത്രിയിൽ ഡച്ചുകാരെ ആക്രമിച്ചു. 32 വരെ കൊന്നു. സ്വർണം 90% വീണ്ടെടുത്തു. ഡച്ചുകാരെ തോപ്പിച്ചോടിച്ചു. വേണാട് രാജാവ് എല്ലാവർക്കും മെഡലുകളൊക്കെ കൊടുത്തു. എന്നിട്ട് സേനാനായകൻ ചെന്ന് പറഞ്ഞു, രാജാവേ, ഈ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനികളാണ് ഈ വന്ന ഡച്ചുകാരും. പക്ഷേ ഈ ക്രിസ്ത്യാനി സത്യസന്ധമായി നമ്മുടെ കൂടെ ഒന്ന് യുദ്ധം ചെയ്തു. രാജാവ് പറഞ്ഞു, വളരെ നല്ല കാര്യം. പക്ഷേ നാളെ ഇവൻ ആ വിദേശത്ത് നിന്ന് ക്രിസ്ത്യാനിയുടെ കൂടെ കൂടത്തിൽ നിന്ന് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ലത്തീൻ കത്തോലിക്കർ അവിടെ കിടന്നിട്ടോ അമ്മയും പിടിച്ചവിടെ കഴിഞ്ഞോളും. സുറിയാനി ക്രിസ്ത്യാനിയെ മുഴുവൻ കൊല്ലത്തുനിന്ന് ഓടിക്കാൻ പറഞ്ഞു. തരീശാപ്പള്ളിയിൽ നിന്ന് മലയിൽ കുടുംബം ഇങ്ങോട്ട് വന്നു. ചാത്തന്നൂർ, കോയിപ്പുറം, പൂയപ്പള്ളി, കൊട്ടാരക്കര, അഞ്ചൽ, ഓടനാവട്ടം തുടങ്ങിയ 10 സ്ഥലത്തോട്ടാണ് ഈ സുറിയാനി ക്രിസ്ത്യാനിയെ മാറ്റിയത്. അങ്ങനെയാണ് കൊട്ടാരക്കരയുള്ള പ്രസിദ്ധമായ മർത്തോമ പള്ളി 1543 ഇങ്ങനെ സുറിയാനി ക്രിസ്ത്യാനി പോയതാണ്. തരീശാപ്പള്ളിയിലെ മലയിൽ കുടുംബം കല്ലടയിലേക്ക് വന്നു. ഈ സമയത്ത് ഭൂമിശാസ്ത്രമായിട്ട് സംഭവം ഉണ്ടായി. അതെന്തെന്ന് വെച്ചാൽ AD 1220 കൂടി ഈ പുഴയിൽ ഭയങ്കര വെള്ളപ്പൊക്കമായി. 2 കരകളും മുട്ടി നശിപ്പിച്ചങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. മരങ്ങളെല്ലാം കടപുഴുകി ആറ്റോട്ട് ഒഴുകി. അങ്ങനെ ഏറ്റവും കൂടുതൽ മരം കടപുഴുകിയ സ്ഥലമാണ് കടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കാൻ വേണ്ടി രാജാവ് പാറക്കൽ കൊണ്ടുവന്ന് അടയുണ്ടാക്കി തീരത്തെ രക്ഷിച്ചു. അതോടെ ഈ സ്ഥലത്തിന് കല്ലട എന്ന പേര് വന്നു. പണ്ട് ഈ നദിയുടെ പേര് വരട്ടയാർ എന്നായിരുന്നു. പിന്നെ നീലക്കണ്ടി നദി, ഇത് 2 നദിയുടെ പേര്. ഈ കല്ലട കെട്ടിയതോടുകൂടി ഈ വരട്ടയാറിന് നീലക്കണ്ടിയാറിന് പേരങ്ങ് മാറി കല്ലടയാറെന്നായി. കല്ലടയാറ് എന്ന് മാറി ഈ സ്ഥലം കച്ചവടത്തിന് കേന്ദ്രമായി മാറി. അപ്പോൾ കൊല്ലത്ത് നിന്ന് കപ്പലുകൾ വള്ളങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ നിർത്തി സാധനങ്ങൾ ലോഡി. അപ്പോൾ തുരുത്തം എന്ന് പറഞ്ഞാൽ തുറമുഖം. അങ്ങനെ വള്ളത്തിലേക്കും ബോട്ടിലേക്കും സാധനങ്ങൾ കയറ്റിയിരുന്ന തുരുത്താണ് തുരുത്തിക്കര എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് സാധനം ലോഡ് ചെയ്തപ്പോൾ നീ ചന്തയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ തുരുത്തിക്കരയും കടപുഴയും കല്ലടയും ചരിത്രത്തിന് സാധനം പിടിച്ച് വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നാണ്. വളരെ ശ്രദ്ധേയമായി യാത്ര ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യാനികളിങ്ങനെ സുറിയാനി ക്രിസ്ത്യാനി 10 സ്ഥലത്തോട്ട് ഓടിക്കപ്പെട്ടു. ലത്തീൻ കത്തോലിക്കർ അവിടെ കിടന്നു. ക്രിസ്ത്യാനി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവർ വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി.
അതിന് നേതൃത്വം വഹിച്ചത് പുണ്യപുരുഷന്മാരായ ചില പിതാക്കന്മാരായിരുന്നു. പേർഷ്യൻ തോമസ് വന്ന് പേർഷ്യയിൽ നിന്നാണ്. എന്നാൽ കൊല്ലത്ത് വന്ന മാർ പരോസും വന്നത് സിറിയയിൽ നിന്നാണ്. ക്നാനാത്തോമ വന്നത് യമനിൽ നിന്നാണ്. പക്ഷേ ഈ സമയത്ത് അവിടുന്ന് പിതാക്കന്മാർ വന്നു. അതിൽ വളരെ പ്രഗത്ഭനാണ് മാറാബോ. മാറാബോ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അദ്ദേഹം അങ്കമാലി പള്ളി പുതുക്കി പണിഞ്ഞു. അദ്ദേഹം കടമറ്റം പതി പുതുക്കി പണിഞ്ഞു. 6ഓളം പള്ളിയിൽ പുതുക്കി പണിഞ്ഞ ശേഷം മാറാബോ നേരെ തേവലക്കര എത്തി. തേവലക്കര എത്തി ഇവിടുത്തെ സഭയെ പുനർനിർമ്മിച്ചു, പള്ളി പുനർനിർമ്മിച്ചു. അവസാനം മാറാബോ അവിടെ വെച്ച് മരിച്ച് തേവലക്കര പള്ളിയിൽ സംസ്കരിക്കപ്പെട്ടു. മാറാബോ കൊണ്ടുവന്ന വലിയൊരു സംസ്കാരം, ഒമാൻ്റെ തീരത്തു നിന്ന് വരുന്ന വലിയൊരു സംസ്കാരം കേരള സഭയ്ക്ക് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൽദോമാർ ബസൂലിയോസ് എന്നൊരു ബാവ വന്നു. അദ്ദേഹം കോതമംഗലത്ത് വന്ന് കോതമംഗലം പുതുക്കിപ്പണിയുകയും മഹത്തായ ഒരു സംസ്കാരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അറേബ്യൻ പ്രദേശത്ത് വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചിലർ പറയുന്നു ആലപ്പോയിൽ നിന്നാണ് വന്നതെന്ന്. നമുക്ക് ഏതാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കൂനങ്കൂർ സത്യം കഴിഞ്ഞ് 1651 കൂനങ്കൂർ സത്യം കഴിഞ്ഞ് AD 1665 ഗ്രിഗോറിയോസ് അബ്ദുൽ ഗലീൽ അദ്ദേഹം 1-ാം മർത്തോമായ്ക്ക് കൈവപ്പ് കൊടുത്തു. പരിമൾ തിരുമേനിയാക്കിയപ്പോൾ ഏത് പേരോണെന്ന് ചോദിച്ചു. പരിമൾ തിരുമേനി പറഞ്ഞു ഗ്രിഗോറിയോസ് അബ്ദുൽ ഗലീലിൻ്റെ പേര് മതി. അങ്ങനെയാണ് പരിമൾ തിരുമേനി മാർ ഗ്രിഗോറിയോസ് എന്ന പേര് സ്വീകരിക്കാനിടയായത്. അദ്ദേഹം കൊണ്ടുവന്നത് അന്ത്യോക്യൻ പാത്രീസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അങ്ങനെ അന്ത്യോക്യൻ നസ്രാണി സഭയുടെ അംശങ്ങൾ കേരള സഭയിലേക്ക് വന്നു ഗ്രിഗോറിയോസ് അബ്ദുൽ ഗലീലിന് ശേഷം. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് 4ാമതായി വന്ന വിശുദ്ധ പിതാവാണ് അന്ത്രയോസ് പിതാവ് എന്ന് പറയുന്നത്. അന്ത്രയോസ് പിതാവ് ഇറാഖിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം വരുമ്പോൾ 3 സഹോദരങ്ങളുണ്ടായിരുന്നു. അതിലെ മൂത്ത സഹോദരൻ തിരുമേനി 2ാമത്തെ ആളായിരുന്നു. അന്ത്രയോസ് പിതാവിന് ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠനിവിടെ വന്നിട്ട് ഒരു മലയാളി സ്ത്രീയെ വിവാഹം കഴിച്ചു. 2 ആൺമക്കളുണ്ടായി. ആ മൂത്ത മോനാണ് കാട്ടുമങ്ങാട്ടെ റമ്പാന്മാരെന്ന് പറയപ്പെടുന്ന അത്തനാസിയോസ് തിരുമേനിയും പ്രസിദ്ധമായ കുന്നംകുളത്തെ ഏറ്റവും പ്രസിദ്ധമായ മുതലാളി കുടുംബങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ്. അവർ 3 ബിഷപ്പ്മാരുണ്ടായി ആ വംശപരമ്പരയിൽ നിന്ന്. 2ാമത്തെ ആൾ വിവാഹം കഴിച്ചില്ല. അദ്ദേഹം ഒരു പുരോഹിതനായി, പിന്നെ റമ്പാനായി. അദ്ദേഹം 4 പള്ളികളോളം പണിഞ്ഞ ശേഷം പുത്തൻകാവിൽ പള്ളിയിൽ വന്നു. പുത്തൻകാവിൽ പള്ളി പുതുക്കി പണിഞ്ഞ് അവിടെ മരിച്ച് പുത്തൻകാവ് പള്ളിയിൽ സംസ്കരിക്കപ്പെട്ടു. പുത്തൻകാവിലെ ജംഗ്ഷനിലുള്ള ആ കുരിശടി ഉണ്ടല്ലോ, ആ കുരിശടി അദ്ദേഹത്തിൻ്റെ പേരിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അന്ത്രയോസ് പിതാവിൻ്റെ 2ാമത്തെ സഹോദരൻ. എന്നാൽ ഏറ്റവും ഇളയ സഹോദരൻ അന്ത്രയോസ് പിതാവിനേക്കാൾ 20 വയസ്സ് എളുപ്പമായിരുന്നു. അദ്ദേഹം അന്ത്രയോസ് പിതാവിനോടൊപ്പം വളരെ ഭംഗി അദ്ദേഹത്തെ സംരക്ഷിച്ചു. 1760 ആയപ്പോഴേക്കും അദ്ദേഹം പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂരിൽ മഹാപള്ളി ഉണ്ടാക്കി. നിങ്ങൾ പെരുമ്പാവൂർ പോയാൽ പെരുമ്പാവൂർ പള്ളിയിൽ അന്ത്രയോസ് ബാവായുടെ സ്വർണ്ണത്തിൽ പൂശിയ ഒരു പടമാണ്, ഒരു 6 അടി പൊക്കമുള്ള പടം. പെരുമ്പാവൂർ എന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അന്ത്രയോസ് പിതാവിൻ്റെ ഒറിജിനൽ പടം അവിടെയാണുള്ളത്. അത് കഴിഞ്ഞ് കടമറ്റം പള്ളി വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരുന്ന കടമറ്റം പള്ളി അന്ത്രയോസ് ബാവ പുതുക്കി പണിഞ്ഞു. അവിടെ നേരെ പെരുമ്പാവൂർ എത്തി. അത് കഴിഞ്ഞ് തെക്കോട്ട് ഓരോരോ പള്ളികൾ സ്ഥാപിച്ചു. അവസാനം പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനെ അന്ത്രയോസ് ബാവ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് വന്നു. അങ്ങനെ പ്രക്കാനം ഇന്ന് നമ്മൾ കാണുന്ന പ്രക്കാനം പള്ളി അന്ത്രയോസ് ബാവ അവിടെ പണിഞ്ഞാണ്. കല്ലൂപ്പാറ വന്ന് കല്ലൂരോപ്പാല പള്ളിയിൽ അദ്ദേഹം സുവിശേഷം ഘോഷിക്കുകയും അവിടെ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. അപ്പോഴാണ് കല്ലട ദേശത്ത് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് മനസ്സിലായത്. അങ്ങനെ അന്ത്രയോസ് ബാവ നേരെ കല്ലട വന്നു. കല്ലടയിൽ വന്ന് ഇവിടുത്തെ സഭകളെല്ലാം അദ്ദേഹം പുതുക്കി പണിഞ്ഞ് വിശ്വാസം ഉറപ്പിച്ച് വേദപുസ്തക സംബന്ധിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം ഈ നാട് മുഴുവൻ നടത്തി. അങ്ങനെ ഇരിക്കുമ്പം പീടികയിൽ കുടുംബത്തിലെ കച്ചവടം നടത്തുന്ന കുടുംബമാണ്. പീടികയിൽ കുടുംബത്തിലൊരു പെൺകുട്ടിയെ കണ്ടപ്പം അന്ത്രയോസ് ബാവയുടെ ഇളയ അനിയന് വല്ലാത്തൊരു ആകർഷണം. വിവരം പറഞ്ഞ് അന്ത്രയോസ് ബാവ പറഞ്ഞു, നിനക്ക് അങ്ങനെ പ്രേമമുണ്ടെങ്കിൽ നീ മനസ്സിൽ വെക്കണ്ട, കല്യാണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പീടികയിലെ ആ കൊച്ചു സുന്ദരിയെ അന്ത്രയോസ് ബാവയുടെ അനിയൻ കല്യാണം കഴിച്ചു. അവർക്കുണ്ടായ സന്തതി പരമ്പരയാണ് ഇന്ന് നമ്മൾ മാർവള്ളിൽ കുടുംബം എന്നറിയപ്പെടുന്ന കുടുംബം. ഈ അന്ത്രയോസ് ബാവയുടെ ഇളയ അനിയൻ വിവാഹം കഴിച്ചുണ്ടായ കുടുംബമാണ്. അങ്ങനെ കേരളത്തിലെ 14ഓളം പള്ളികൾ പതുക്കി പെരുമ്പാവൂരും കടമറ്റവും പുത്തൻകാവിലും പ്രക്കാനവും കല്ലൂപ്പാറയും ഉൾപ്പെടെ 10ഓളം പള്ളികൾ പുതുക്കിപ്പണിഞ്ഞ് കേരളത്തിലെ നസ്രാണി സമൂഹത്തിന് വലിയ മാറ്റം വരുത്തിയ ആളാണ് ഈ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ അന്ത്രയോസ് ബാവ. നസ്രാണി സംസ്കാരം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നസ്രാണികൾക്കിടയിൽ പല പല
വിഭജനങ്ങളുണ്ടായി. അപ്പോഴേക്കും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ആംഗ്ലിക്കൻ സഭ സാർവത്രിക സഭയിൽ നിന്ന് ഹെൻറി എട്ടാമൻ്റെ കാലത്ത് പുതുക്കി മാറിപ്പോവുകയും എലിസബത്ത് രാജ്ഞിയുടെ കാലം കഴിഞ്ഞോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായി 1601. അവിടുന്ന് 1650 ആയപ്പോഴേക്കും ആംഗ്ലിക്കൻ സഭയുടെ പിതാക്കന്മാർ കേരളത്തിലേക്ക് വന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ വന്നു. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇവിടെ വേദപുസ്തകം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടാക്കി, നിരവധി സ്കൂളുകളുണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി, വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി. ആ വലിയ മാറ്റം വരുത്തിയ പ്രോസസ്സിൽ കേരളത്തിലെ നസ്രാണികൾ 3 ബ്രോഡ് വിഭാഗങ്ങളായി മാറി. കത്തോലിക്കർ ഒരു സൈഡിൽ, കത്തോലിക്കർക്ക് 5 റീത്തുകൾ കേരളത്തിലുണ്ട്. സീറോ മലബാർ, ലത്തീൻ, സീറോ മലങ്കര, കൽദായ ആൻഡ് കനാനായ 5 റീത്ത്, 22 റീത്ത് കത്തോലിക്കലുള്ള 5 റീത്ത് നസ്രാണിയുടെ കേരളത്തിലുണ്ട്. ഓർത്തഡോക്സ് വിഭാഗം ഏതാണ്ട് 7ഓളം വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ കേരളത്തിൽ 48 ചർച്ചസ് ഉണ്ട്. അങ്ങനെ കേരളത്തിലെ നസ്രാണികൾ പല വിഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇവരെയെല്ലാം ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് പോലും പ്രയാസമുള്ളൊരു കാര്യമാണ്. ആ പരിപാടിയാണ് ഈ KCC ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്, നസ്രാണി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രമാത്രം ഭിന്നിച്ചിരിക്കുന്ന ഇവരെ ഒന്നിച്ച് കൊണ്ടുവന്നത് അഭിവന്ദ കർദിനാൾ തിരുമേനി പറഞ്ഞ പോലെ വളരെ സന്തോഷത്തോടെ ഈ സദസ്സിൽ നിന്ന് പോകാൻ ഞങ്ങൾ ഏവരെയും സന്തോഷിപ്പിക്കുന്നൊരു ഘടകമാണ്. ഇത് സംഘടിപ്പിച്ച KCCയുടെ ഭാരവാഹികൾക്കും അസാധ്യമായ കാര്യം നേടിയെടുത്ത നേതാക്കന്മാർക്കും എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.